കൂട്ടർ തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന് സായി ഓർഫനേജ് ട്രസ്റ്റുമായി അടുത്ത ബന്ധം. സത്യസായി ഓർഫനേജ് കോർഡിനേറ്റർ എന്ന പേരിലാണ് അനന്തു കൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. സായി ട്രസ്റ്റിലെ ആനന്ദ് കുമാറും അനന്തു കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്നു. നേരത്തെ ആനന്ദ് കുമാറിന്റെ പ്രതികരണമാണ് ഹരി തേടിയത്. ബിനിൽ വിവരങ്ങളുണ്ട്. ബിനിൽ, ഇപ്പോൾ ഹരിയോട് സംസാരിക്കുമ്പോൾ ആനന്ദ് കുമാർ പറയുന്നുണ്ട് അദ്ദേഹം ഇതിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ഇതിൽ വലിയ രീതിയിലൊരു സുതാര്യതക്കുറവ് അദ്ദേഹത്തിന് ബോധ്യമായി, കൃത്യമായ കണക്കുകൾ ഹാജരാക്കുന്നില്ല. അങ്ങനെ ആ ഒരു അപകടം മനസ്സിലാക്കി അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു എന്നാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ വിശ്വസ്തനായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു യുവാവാണ് എന്ന് കരുതി എന്നതാണ്. ഈ ആ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ മുതലെടുത്താണ് അനന്ത് കൃഷ്ണൻ ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. ദിവിഷ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനന്തു കൃഷ്ണനും ആനന്ദ് കുമാറും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതാണ്. ഇതിന്റെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ ആനന്ദ് കുമാറും അതിന്റെ സെക്രട്ടറിയാണ് അനന്തു കൃഷ്ണൻ. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെയാണ് ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത് മാത്രമല്ല, ഈ സായി ഓർഫനേജ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലടക്കം ഈ അനന്ത് കുമാർ ഈ അനന്തു കൃഷ്ണനെ അടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 2024 ഫെബ്രുവരിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി എത്തിയ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയെ ഇവർ പോയി കാണുന്നത്. അതായത് ഈ അനന്ത് കുമാറും അനന്തു കൃഷ്ണനും പോയി കാണുന്നത്. അനന്തു കൃഷ്ണന്റെ ഡ്യൂട്ടി, അതായത് ആ സമയത്ത് പ്രധാനമന്ത്രിയെ കാണുന്നതിന് പ്രത്യേക പാസുകൾ അനുവദിക്കും. ആ പാസ് അനുവദിച്ചതിൻ്റെ ആ പാസിന്റെ ചിത്രമടക്കം ഈ അനന്തു കൃഷ്ണൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന പദവിയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ അനന്തു കൃഷ്ണൻ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയെ കാണുന്ന വേളയിൽ ഈ ആനന്ദ് കുമാറിനും മറ്റൊരാൾക്കും ഒപ്പം അനന്തു കൃഷ്ണനാണുള്ളത്. അതായത് ഇവർ 3 പേർ മാത്രമാണ് പ്രധാനമന്ത്രിയെ ആ ട്രസ്റ്റിന്റെ പേരിൽ, ആ ഓർഫനേജ് ട്രസ്റ്റിന്റെ പേരിൽ പോയി കണ്ടിരിക്കുന്നത്. അതായത് ഇരുവരും തമ്മിൽ അത്രയും അടുത്ത ബന്ധമായിരുന്നു. ആ ട്രസ്റ്റുമായും കൂടി ചേർന്ന് ഈ അനന്തു കൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ എല്ലാ കാര്യത്തിൽ നിന്നും അനന്തു കൃഷ്ണനെ തള്ളിപ്പറയുകയാണ്. അവിടെ ഹരി ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മറുപടി വന്നിട്ടില്ല. അതായത് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി ആ സംഘടനയിൽ നിന്ന് ഒഴിഞ്ഞു. പക്ഷേ ആ തട്ടിപ്പാണെന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹം ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ ആ തട്ടിപ്പിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി മറുപടി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖമടക്കം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്കൂട്ടർ വിതരണം ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. അദ്ദേഹവും പല സ്ഥലത്തും ഈ സ്കൂട്ടർ വിതരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എന്തുകൊണ്ട് ഈ കൃത്യമായ പോയിന്റാണ്, നമുക്ക് തട്ടിപ്പാണ് എന്ന് മനസ്സിലായി. അത്രയും ആളുകൾ, ഈ ഒരു വലിയൊരു സംഘടനയിലെ വലിയൊരു പേരല്ലേ, അത്രയും സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ആ ഒരു സംഘടന തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ തട്ടിപ്പ് നിർത്താൻ എന്ത് ചെയ്തു എന്നൊരു കാര്യം കൂടിയുണ്ട്. ബിനിൽ, അത് തന്നെ. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മോഹൻ കോട്ടൂരുണ്ട്. അദ്ദേഹം ഈ NGO കോൺഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആനന്ദ് കുമാറാണ് യഥാർത്ഥത്തിൽ 1ാം പ്രതി ആകേണ്ടത്, അദ്ദേഹം ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരയാകുന്നു, ചതിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ NGO കോൺഫെഡറേഷൻ എന്ന സംവിധാനം എന്തായിരുന്നു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ. അതെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, എത്രയേറെ സംഘടനകൾ അതിലുണ്ടായിരുന്നു, അത് ഏതൊക്കെയായിരുന്നു തട്ടിപ്പ് സംഘടനകൾ എന്നൊക്കെ അന്വേഷണം നടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണമാണ് ബിനിൽ. അതുതന്നെ, ഇവർ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് AN രാധാകൃഷ്ണന്റെ വാർത്താ സമ്മേളനം കേട്ടു. AN രാധാകൃഷ്ണൻ പറയുന്നത് ഈ സയൻസ് സൊസൈറ്റി, അദ്ദേഹത്തിന്റെ സയൻസ് സൊസൈറ്റിക്ക് ഈ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ താനും വഞ്ചിക്കപ്പെട്ട ഒരാളാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഈ സ്കൂട്ടർ വിതരണത്തിന് ഇറക്കിയിരിക്കുന്ന പോസ്റ്റുകളുണ്ട്, വലിയ കാർഡ് പോസ്റ്റുകളുണ്ട്, അതിൽ ഈ ചിത്രങ്ങളൊക്കെ വെച്ച് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇറക്കിയിരിക്കുന്ന എല്ലാ പോസ്റ്റുകളിലും അദ്ദേഹത്തിന്റെ ചിത്രമാണ് വലുതെങ്കിൽ തൊട്ടടുത്ത് തന്നെ അനന്തകുമാറിന്റെ ഫോട്ടോയുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ബന്ധമുള്ള 2 പേരായിരുന്നു. ആ അടുത്ത ബന്ധമുള്ള 2 പേരിൽ ഒരാൾക്കത് ഈ നടത്തുന്നത് മുഴുവൻ തട്ടിപ്പാണ് എന്ന് മനസ്സിലായി. AN രാധാകൃഷ്ണൻ പറഞ്ഞതിൽ പ്രശ്നം അദ്ദേഹം പറഞ്ഞ് ഇനി വാഹനങ്ങൾ കൊടുത്തു തീർക്കും, അല്ലെങ്കിൽ പണം കൊടുക്കുമെന്നാണ്. അതിന് മുൻപ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പണം മുഴുവൻ ഈ അനന്തകൃഷ്ണന്റെ ഏജൻസിക്ക് നൽകുക എന്നതാണ് തങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇനി എങ്ങനെ പണം കൊടുക്കും, ഇനി എങ്ങനെ ബാക്കിയുള്ള വണ്ടി, ഈ കൊടുത്ത പണം എങ്ങനെ തിരിച്ചു കിട്ടും, ഫ്രീസ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ളവർക്ക് വണ്ടി എങ്ങനെ കിട്ടും, ഇതും വലിയ ചോദ്യങ്ങളാണ്.